എല്ലാവർക്കും നമസ്കാരം. മാങ്ങയും തേങ്ങയും ഉണക്കച്ചെമ്മീനും ചേർത്ത ചമ്മന്തിയും നല്ല ബീൻസ് തോരനും നല്ല മുരുമുരാ പൊരിഞ്ഞ് മീൻ പൊരിച്ചതും കുറച്ച് മീൻ കറിയും കൂടി ചേർത്ത് ഊണ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഗ്രീൻ ആയിട്ടുള്ള ബീൻസാണ്. ബീൻസ് ആദ്യം നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഈ ഒരു ബീൻസിൻ്റെ കൂടെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ടാൽ നല്ലൊരു കോമ്പിനേഷനാണ്. ബീൻസ് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ചെറിയ തേങ്ങ എടുത്ത് വയ്ക്കാം, ഒരു തണ്ട് കറിവേപ്പില എടുത്ത് വയ്ക്കാം, ഒരു 10 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് എടുത്ത് വയ്ക്കാം. ചെറിയുള്ളിക്ക് പകരം സവാള ചെറുതായി മുറിച്ചത് എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് എടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം, 2 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. പച്ചമുളക് ചേർക്കുമ്പോഴും 2 3 മതി. എരിവ് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചേർക്കാം. ഫിഷ് ഫ്രൈ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന മസാലയുടെ കൂട്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഏതെങ്കിലും മീൻ നിങ്ങൾക്ക് എടുക്കാം. മീൻ നന്നായി ഒന്ന് വരഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി മീനിൻ്റെ പുറത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വളരെ ബേസിക് സിമ്പിളായിട്ടുള്ള മീൻ പൊരിച്ചതാണ്, നല്ല ടേസ്റ്റിയുമാണ്. മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നേരം അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ചമ്മന്തി ഇന്ന് ഉണക്കച്ചെമ്മീൻ മാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. തലയും വാലൊക്കെ കളഞ്ഞതിന് ശേഷം 100 ഗ്രാം ഉണ്ട്. 1 കപ്പ് തേങ്ങ എടുക്കാം. നല്ല വിളഞ്ഞ മൂത്ത തേങ്ങ എടുക്കുന്നതാണ് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ തേങ്ങ ഉള്ളവരെടുക്കാം. 1 കഷ്ണം നല്ല പുളിയുള്ള മാങ്ങ എടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുക്കാം. രണ്ടും പുളിക്ക് വേണ്ടി എടുക്കാവുന്നതാണ്. മാങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. 3 4 വറ്റൽമുളക് എടുക്കാം. ചുമന്ന മുളകാണ്. കാശ്മീരി മുളക് എടുക്കാം, എരിവ് കുറവായിരിക്കും. 1 തണ്ട് കറിവേപ്പില എടുക്കാം. പിന്നെ 1 കഷ്ണം ഇഞ്ചി എടുക്കാം. ഇഞ്ചി ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. പൊതുവേ ഞാൻ ഇഞ്ചി എടുത്തും ചെയ്യാറുണ്ട്, ഇഞ്ചി ഇല്ലാതെയും ഈ ചമ്മന്തി തയ്യാറാക്കാറുണ്ട്. രണ്ടിനും 2 ടേസ്റ്റാണ്. ഇഞ്ചി ചമ്മന്തിയിൽ വരുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയുള്ളിയാണ് 10 എണ്ണം. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം എടുക്കാം. ചിലർക്ക് ഉള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 2 3 മാത്രം എടുത്താൽ മതി. ആദ്യം ചെമ്മീനൊന്ന് നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. വലിയ തീയിൽ വെച്ചാൽ ചെമ്മീൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചെമ്മീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, ഒരു കരിഞ്ഞ ചൊവ്വയായിരിക്കും വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. വറുത്തെടുത്ത ചെമ്മീൻ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം. ഒരിക്കലും ചൂടോടുകൂടി ചെമ്മീൻ ഈ ജാറിൽ ഇട്ട് കൊടുക്കരുത്. ചൂടാറിയതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ചൂടാറി കിട്ടും. ഇനി ഇതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. മുളകും ഒന്ന് വറുത്തെടുത്ത് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇഞ്ചി വളരെ ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുക്കാം, ഒരുപാടായാൽ വളരെ ടേസ്റ്റ് മാറിപ്പോവും. ചെറിയുള്ളി ചേർക്കാം. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ബട്ടൺ ഒന്ന് തിരിച്ചാൽ മതി, അപ്പോഴാണ് അത് പൾസായി കിട്ടുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് ഒരു മിനിറ്റോ താഴെ അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും ചമ്മന്തി റെഡിയാവും. ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം
കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലതുപോലെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മൾ പണ്ടൊക്കെ അമ്മിയിലൊക്കെ അരക്കുന്ന ചമ്മന്തിയുടെ ഏകദേശം ടേസ്റ്റ് ഇതുപോലെ കൈ കൊണ്ടൊക്കെ ഉരുട്ടിയെടുത്താൽ കിട്ടും. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വേണം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ. ബീൻസ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി നന്നായി ചൂടായ ഒരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകിന് പകരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പച്ചമുളക് എടുക്കണമെങ്കിൽ അതെടുക്കാം. ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുമ്പോൾ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ അങ്ങ് അടച്ച് വെച്ചാൽ മതി. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ച് കൊടുക്കണം. ഒരു കയ്യിൽ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്കൊന്ന് തളിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നത്. എന്നാൽ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വരെയൊക്കെ ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കാം. 5 മിനിറ്റിന് ശേഷം ബീൻസ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും. ബീൻസിനൊന്നും ഒരുപാട് വേവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. 1 കൈപ്പിടി തേങ്ങ അല്ലെങ്കിൽ 1/2 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തേങ്ങ ചേർക്കും തോറും തോരന് ടേസ്റ്റ് കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കൂടി ചെറിയ തീയിൽ തേങ്ങ ചേർത്തിട്ട് അടച്ച് വയ്ക്കുക. തേങ്ങ നന്നായി സോഫ്റ്റായി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയും തുറന്ന് വെച്ചിട്ടാണ് ഈ തോരൻ തയ്യാറാക്കി എടുക്കേണ്ടത്. ഏകദേശം 2-3 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ തോരൻ റെഡി ആയിട്ടുണ്ടാവും. നേരത്തെ ഉള്ളിയൊക്കെ ചേർത്ത സമയത്ത് തോരനുള്ള തേങ്ങ കൂടി ചേർത്ത് വഴറ്റിയെടുത്താൽ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള തേങ്ങയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് എത്തില്ല. ചിലവർക്ക് അതായിരിക്കും ഇഷ്ടം. ഇനി അങ്ങനെ അല്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തോരൻ വളരെ ഈസി ആണെങ്കിലും പലതരത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ടേസ്റ്റ് ഓരോ തവണയും വ്യത്യാസമായിരിക്കും. ഈ സമയം കൊണ്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മീനും തോരനും ചമ്മന്തിയും തയ്യാറായിട്ടുണ്ട്. മീൻകറിയുടെ റെസിപ്പി ഞാൻ മുന്നേ ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയും ഇതിൽ ഉൾപ്പെടുത്തി വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടനായിട്ടുള്ള ഊണാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.